ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ആധുനിക അറബി സാഹിത്യം പഠിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു പേരാണ് അഡോണിസ്. അപ്പോൾ ഇന്ന് നമുക്ക് ആധുനിക അറബ് ലോകത്ത് ചിന്തയുടെയും കവിതയുടെയും ഒരു പുതിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച അഡോണിസിന്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിലൂടെയും ഒന്ന് കടന്നുപോകാം. അപ്പോ ആരാണ് ഈ കവി? ആരാണ് ആധുനിക അറബിക് കവിതയെ അടിമുടി മാറ്റിമറിച്ചത്? നമുക്ക് അലി അഹ്മദ് സയ്യിദ് എന്ന ലോകം അഡോണസ് എന്ന സ്നേഹത്തോടെയും ആദരവോടെയും വിളിച്ച ആ വലിയ മനുഷ്യന്റെ കഥയിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഉത്തരം. അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് സിറിയയിലെ ഖസ്സാബിൻ എന്ന വളരെ ദരിദ്രമായ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ സ്കൂളിൽ പോകാനോ മുറയായ വിദ്യാഭ്യാസം നേടാനോ ഉള്ള സാഹചര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു സ്വന്തം പിതാവ് തന്നെയായിരുന്നു. പിതാവിൽ നിന്നാണ് അദ്ദേഹം ഖുറാനും ക്ലാസിക്കൽ അറബി കവിതകളുമൊക്കെ പഠിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ സാഹിത്യജീവിതത്തിന് വളരെ ശക്തമായ ഒരു അടിത്തറ പാകി എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില നിർണായകമായ സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, 13ാമത്തെ വയസ്സിൽ അന്നത്തെ സിറിയൻ പ്രസിഡന്റിനു മുന്നിൽ സ്വന്തമായി എഴുതിയ ഒരു കവിത ചൊല്ലി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം ആ ഒരൊറ്റ സംഭവം കൊണ്ടാണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായി സ്കൂളിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരം കിട്ടുന്നത്. പക്ഷേ പിന്നീട് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ 1 വർഷത്തോളം വിചാരണ പോലുമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ചിന്തയെയും ആഴത്തിൽ സ്വാധീനിച്ചു. ആ ജയിൽവാസത്തിനു ശേഷം അഡോണിസിന് സിറിയയിൽ തുടരാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം സിറിയ വിടാൻ നിർബന്ധിതനായി. 1956-ൽ അദ്ദേഹം ലെബനനിലെ ബെയ്റൂട്ടിലേക്ക് പലായനം ചെയ്തു. ബെയ്റൂട്ട് അദ്ദേഹത്തിന് വെറുമൊരു അഭയകേന്ദ്രം മാത്രമായിരുന്നില്ല, അതൊരു പുതിയ ലോകമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും ആശയങ്ങൾക്കും വളരാനുള്ള ഒരു പുതിയ ബൗദ്ധിക ലോകം തന്നെയായിരുന്നു അത്. ബെയ്റൂട്ടിൽ അദ്ദേഹം വെറുതെ ഒതുങ്ങിക്കൂടിയില്ല. അവിടെയാണ് അദ്ദേഹത്തിലെ വിപ്ലവകാരി ശരിക്കും ഉണർന്നത്. യൂസഫ് അൽ കാൽ എന്ന മറ്റൊരു കവിയുമായി ചേർന്ന് അദ്ദേഹം ഷിയർ ഷാർ എന്നൊരു മാഗസിൻ തുടങ്ങി. പിന്നീട് സ്വന്തമായി മവാക്കിഫ് എന്നൊരു മാഗസിനും ആരംഭിച്ചു. അറബ് ലോകത്തെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച 2 പ്രസിദ്ധീകരണങ്ങളായിരുന്നു ഇവ. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ 2 പേരുകളും ഉറപ്പായും ഓർത്തുവെക്കണം. ലെബനനിലെ ജീവിതം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഒരു വിപ്ലവകാരിയായ കവിയെന്ന നിലയിലും അറബ് സാഹിത്യ പാരമ്പര്യത്തെ വിമർശനാത്മകമായി സമീപിച്ച ഒരു വലിയ നിരൂപകനെന്ന നിലയിലും ലോകമെമ്പാടും അറിയപ്പെടാൻ തുടങ്ങിയത്. 1973-ൽ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് അദാബിത്ത് വൽ മുതഹവ്വിൽ എന്ന വിഷയത്തിലാണ്. എന്താണിത്? അറബ് പാരമ്പര്യത്തിലെ സ്ഥിരമായ അഥവാ മാറാത്ത ഘടകങ്ങളെയും പരിവർത്തന വിധേയമായ അഥവാ മാറിക്കൊണ്ടിരിക്കുന്ന ഘടകങ്ങളെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു പഠനമായിരുന്നു അത്. ആധുനിക അറബി സാഹിത്യ വിമർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട കാവ്യസമാഹാരങ്ങൾ നോക്കാം. അദ്ദേഹത്തിന്റെ കാവ്യലോകം വളരെ വലുതാണ്. ഈ സ്ക്രീനിൽ കാണുന്ന ഓരോ കൃതിയും അദ്ദേഹത്തിന്റെ കാവ്യജീവിതത്തിലെ ഓരോ ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ അഗാനി മിഹ്യാർ അദ്ദിമഷ്കി, അഗാനി മിഹ്യാർ ദിമഷ്കി പോലുള്ള കൃതികൾ അറബി കവിതയിൽ ഒരു പുതിയ ഭാവുകത്വം തന്നെ കൊണ്ടുവന്നു. കവിത മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഗദ്യരചനകളും അറബ് ചിന്താലോകത്ത് വലിയ സംവാദങ്ങൾക്ക് തിരികൊളുത്തി. സൂഫിസത്തെയും സെറിയലിസത്തെയും അദ്ദേഹം ഒരുമിപ്പിച്ചു. അറബ് കാവ്യശാസ്ത്രത്തെ പുനർനിർവചിച്ചു. അതുപോലെ ഖുറാനിക പാഠങ്ങളെയും എഴുത്തിന്റെ സാധ്യതകളെയും കുറിച്ചെഴുതി. പരമ്പരാഗത ചിന്തകളെയും സ്ഥാപനങ്ങളെയും അദ്ദേഹം നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അഡോണിസിന്റെ സ്വാധീനം അറബ് ലോകം കടന്ന് പുറത്തേക്ക് വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ കൃതികൾ ലോകത്തിലെ ഒരുപാട് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അതോടെ അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, പുരസ്കാരങ്ങൾ നേടുന്ന ഒരു ലോക കവിയായി മാറി.
സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് സ്ഥിരമായി പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിലൊന്നായിരുന്നു അഡോണിസിന്റേത്. അദ്ദേഹത്തിന് ആ പുരസ്കാരം ലഭിച്ചില്ലെങ്കിൽ പോലും വർഷങ്ങളോളം ആ പട്ടികയിൽ ഇടം പിടിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ആഗോള പ്രശസ്തിക്ക് ഏറ്റവും വലിയ തെളിവാണ്, അല്ലേ? എഴുത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അദ്ദേഹത്തിന്റെ സ്വാധീനം. അദ്ദേഹം ഒരു മികച്ച അധ്യാപകൻ കൂടിയായിരുന്നു. ലെബനീസ് യൂണിവേഴ്സിറ്റിയിലും ദമാസ്കസ് യൂണിവേഴ്സിറ്റിയിലും അടക്കം ലോകത്തെ പ്രശസ്തമായ പല സർവകലാശാലകളിലും അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെ പുതിയ തലമുറയിലെ എഴുത്തുകാരെയും ചിന്തകരെയും വാർത്തെടുക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്കുവഹിച്ചു. അപ്പോ നമ്മൾ ഈ ഒരു വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാണ്. അഡോണിസിന്റെ കൃതികൾ ഇന്നും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്, പുതിയ എഴുത്തുകാർക്ക് പ്രചോദനമാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ആശയങ്ങൾ ഭാവിയിലെ അറബ് സാഹിത്യത്തെയും ചിന്തയും എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ ഈ വലിയ പാരമ്പര്യം എങ്ങനെയാണ് വരും തലമുറകൾ ഓർമ്മിക്കുക? ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.